എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഓം ശ്രീ ഗുരുഭ്യോ നമ, ഓം ശ്രീ ഋഷിഭ്യോ നമ, ഓം ശ്രീ പരമഋഷിഭ്യോ നമ, ഓം ശ്രീ പരാശക്തിയൈ നമ. ഋഗ്വേദം 1-ാം അധ്യായത്തിൽ 187-ാമത്തെ മന്ത്രമാണ് പറയാൻ വേണ്ടി പോകുന്നത്. നഹി ദേവോ നമർത്യോ മഹസ്തവ ക്രതുംബര മരുദ്ഭീരഗ്ന ആഗഹി. ഇതാണ് മന്ത്രം. അന്വയം: ഹേ അഗ്നേ മഹ തവ സംബന്ധിനം ക്രതും പര നഹി ഉത്കൃഷ്ടദേവ തഥാ മർത്യ ന മരുൽഭീ സഹ ആഗഹി. ഇതാണ് അന്വയം. മഹാനായിട്ടുള്ള ക്രതു, യജ്ഞത്തിൽ സൽഫലത്തെ പ്രദാനം ചെയ്യുന്ന യാജ്ഞികൻ. തവം ക്രതും പര, കർമ്മവിശേഷത്തെ, യജ്ഞത്തെ ഉല്ലംഘിച്ച കർമ്മശേഷിയാൽ അങ്ങയെ വെല്ലുന്നതായിട്ടുള്ള രാജ്ഞികൻ. പരനഹി, മറ്റൊന്നും ഉത്കൃഷ്ടമായിട്ടില്ല. ദേവ, മറ്റൊരു ദേവനുമില്ല. മർത്യ, മനുഷ്യനും ഉത്കൃഷ്ടനല്ല. മരുൾബീസഹ, മരുത്തുക്കളോടുകൂടി ആഗഹി, യാഗവേദിയിലേക്ക് വന്നാലും. അർത്ഥം: അല്ലയോ അഗ്നിദേവ, യജ്ഞത്തിലെ അഗ്നിയുടെ നിസ്തൂലമായ കർമ്മവിശേഷത്തെ വെല്ലുന്നതായിട്ടുള്ള മഹത്തായ ഫലപ്രദാനത്താൽ ഫലപ്രദാനത്തെ വെല്ലുന്നതായിട്ടുള്ള ഒന്നും തന്നെ ഉത്കൃഷ്ടമായിട്ടില്ല. യജ്ഞത്തിൽ യജിക്കപ്പെടാത്ത ദേവനും ഉത്കൃഷ്ടനല്ല. യാഗത്തിൽ പങ്കെടുക്കാത്ത മനുഷ്യനും ഉത്കൃഷ്ടനല്ല. അഗ്നിയെ ഉദ്ദേശിച്ച് ഉപാസകന്മാർ അനുഷ്ഠിക്കുന്ന അഗ്നിയജ്ഞങ്ങളാണ് ഉത്കൃഷ്ടമായവ. ആ ഉത്കൃഷ്ടമായ യജ്ഞത്തിലേക്ക് അങ്ങ് മരുൾഗണങ്ങളോടുകൂടി ആഗതനായാലും. ക്രതു എന്നത് യാഗത്തിൽ യജമാനന് സൽഫലത്തെ നൽകുന്ന ഉത്കൃഷ്ടനായ യാജ്ഞികൻ എന്നാണ് അർത്ഥം. ഇതാണ് ഈ മന്ത്രത്തിന്റെ സാരം. ഈ രംഗം ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും കാണാം. നമസ്കാരം.